ഇന്ത്യ അടക്കമുള്ള ബ്രിക്സ് രാജ്യങ്ങളെ കൂട്ടി അമേരിക്കയ്ക്കിട്ട് പുടിന്റെ ഒരു മുട്ടൻ പണി വരികയാണ്. സത്യം പറഞ്ഞാൽ അമേരിക്കയെ പല രീതിയിൽ പല വഴിക്കാണ് റഷ്യ ഇന്ന് കയറി മേയുന്നത്. ഇങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ എല്ലാ വഴിക്കും അടി കിട്ടി അമേരിക്ക ക്ഷീണിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ കൊണ്ടും ഒരു എട്ടിന്റെ പണിയാണ് നമ്മുടെ പുടിൻ അമേരിക്കയ്ക്കിട്ട് കൊടുക്കുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ പുടിനെ പേടിച്ച് ഉക്രൈന്റെ നാറ്റോ അംഗത്വ കാര്യത്തിലും ഒരു തീരുമാനമായിരിക്കുകയാണ്. പുടിനെ പിണക്കാനാവാത്ത ട്രംപ് മിക്കവാറും ഉക്രൈനെ കൈയൊഴിയാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാനാകുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് പുടിന്റെ ആ ബുദ്ധിപരമായ നീക്കമെന്നും അതുപോലെ അത് കേട്ട് പേടിച്ച ട്രംപ് എന്താണ് ചെയ്തതെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. പുതിയൊരു സഖ്യത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് റഷ്യയിൽ നിന്നും നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സംയുക്ത വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ബ്രിക്സ് ഗ്രൂപ്പിനുള്ളിൽ തന്നെ ഒരു പുതിയ സഖ്യം ആരംഭിക്കാനായി റഷ്യൻ ഡയറക്ടറേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അഥവാ RDIF പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് റഷ്യയിലെ മോസ്കോയിൽ നടന്ന കോൺഫറൻസിനോടനുബന്ധിച്ചാണ് ചീഫ് എക്സിക്യൂട്ടീവ് കിറിൽ ദിമിത്രീവ് ഇക്കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയത്. ബ്ലോക്കിലെ 6 അംഗരാജ്യങ്ങളായ റഷ്യ, ചൈന, ഇന്ത്യ, ബ്രസീൽ, ഇറാൻ, UAE എന്നീ രാജ്യങ്ങളിലെ 20ലധികം കമ്പനികൾ ഇതിനോടകം തന്നെ ബ്രിക്സ് സഖ്യത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. സഖ്യം രൂപീകരിക്കുന്നതിന് അനുകൂലമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട 50ലധികം കമ്പനികളിൽ സർവകലാശാലകൾ, മെഡിക്കൽ കമ്പനികൾ, ഫാർമസ്യൂട്ടിക്കൽ ഡെവലപ്പർമാർ, അതുപോലെ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നവർ, ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഇലക്ട്രിക് ബാറ്ററികൾ, അർദ്ധചാലകങ്ങൾ എന്നിവയുടെ നിർമ്മാതാക്കൾ ഉൾപ്പെടുന്നതായി ദിമിത്രീവ് പറയുന്നു. പുതിയ സഖ്യം പൊതു വാണിജ്യ മേഖലകളിലെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവയാണെന്ന് RDIF പറയുന്നുണ്ട്. പല പാശ്ചാത്യ രാജ്യങ്ങളും സാങ്കേതിക വിദ്യകളിലേക്കുള്ള ബ്രിക്സിന്റെ പ്രവേശനം പരിമിതപ്പെടുത്താൻ ശ്രമം നടത്തുന്നതിനാൽ തന്നെ ഈ നീക്കം വളരെ പ്രധാനമാണെന്ന് ദിമിത്രീവ് പറഞ്ഞു. വിവിധ കമ്പനികളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ സാങ്കേതിക വിദ്യകൾ കൂടുതൽ വേഗത്തിലും ശക്തമായും വികസിപ്പിക്കാൻ ഈ സഖ്യത്തിന് കഴിയുമെന്നാണ് RDIF ചീഫ് എക്സിക്യൂട്ടീവ് പറയുന്നത്. റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ മേഖലകളിലെ കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നതിനായി 2011 സർക്കാർ സൃഷ്ടിച്ച റഷ്യയുടെ പരമാധികാര സമ്പത്തിന്റെ ഫണ്ടാണ് RDIF എന്ന് പറയുന്നത്. ഒക്ടോബറിൽ നടന്ന ബ്രിക്സ് കസാൻ ഉച്ചകോടിയിലാണ് ബ്രിക്സ് പ്ലസ് സഖ്യം രൂപീകരിക്കാനുള്ള ആശയം ആദ്യമായിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ അവതരിപ്പിച്ചത്. റഷ്യയുടെ പ്രത്യയശാസ്ത്രപരമായ പരമാധികാരത്തിന് സാങ്കേതിക വിദ്യയുടെ വികസനം നിർണായകമാണെന്ന് പറഞ്ഞിരുന്നു. കോൺഫറൻസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുടിൻ പറഞ്ഞത് ഇങ്ങനെയാണ്: തുടക്കത്തിൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവർ കൂടി ഉൾപ്പെട്ടതായിരുന്നു ഈ ബ്രിക്സ് സഖ്യം എന്ന് പറയുന്നത്. പിന്നീട് ഈജിപ്ത്, ഇറാൻ, എത്യോപ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവ 2024 ജനുവരി 1 ഔദ്യോഗികമായി ബ്രിക്സിൽ അംഗങ്ങളായപ്പോൾ സഖ്യം വീണ്ടും വിപുലീകരിക്കപ്പെട്ടു. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൂട്ടായ്മയാണ് ബ്രിക്സ്. ഇക്കഴിഞ്ഞ മാസം റഷ്യൻ സഖ്യകക്ഷിയായ ബെലാറസും ഔദ്യോഗികമായും ബ്രിക്സിന്റെ പങ്കാളി രാജ്യമായി മാറിയതായി പ്രഖ്യാപിച്ചിരുന്നു. ഇന്തോനേഷ്യയും ബ്രിക്സിന്റെ നേതൃത്വത്തിലുള്ള ഈ പദ്ധതിയുടെ ഭാഗമായി മാറിയതായി റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ പങ്കിൻ അറിയിച്ചു. ബ്രിക്സ് ഉച്ചകോടികളിലും വിദേശകാര്യമന്ത്രിമാരുടെ യോഗങ്ങളിലും ഉച്ചകോടിയുടെ പ്രത്യേക സെഷനുകളിലും മറ്റ് ഉന്നതതല പരിപാടികളിലും ബ്രിക്സ് രാജ്യങ്ങൾ സ്ഥിരമായി പങ്കെടുക്കുന്നതോടെ ആ രാജ്യത്തിന് പങ്കാളി രാജ്യം എന്ന പദവി റഷ്യ നൽകുകയാണ്. അതേസമയം ബ്രിക്സിന്റെ പങ്കാളി രാജ്യമാകാൻ ബൊളീവിയയ്ക്ക് ക്ഷണം ലഭിച്ചതായി ബൊളീവിയൻ വിദേശകാര്യമന്ത്രി സെലിൻഡെ സോസ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ബ്രിക്സ് സഖ്യത്തിൽ ചേരാൻ താൽപര്യം കാണിച്ച രാജ്യങ്ങളുടെ പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുമില്ല. പക്ഷേ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം അൾജീരിയ, ക്യൂബ, കസാക്കിസ്ഥാൻ, നൈജീരിയ, തുർക്കി, ഉഗാണ്ട, ഉസ്ബെക്കിസ്ഥാൻ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾ ബ്രിക്സ് സഖ്യത്തിൽ ചേരാൻ താൽപര്യം പ്രകടിപ്പിച്ചതായി പറയുന്നു. ഈ മേഖലയിലെ അമേരിക്കൻ ആധിപത്യത്തെ ചെറുക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വികസിപ്പിച്ച് ബ്രിക്സ് രാഷ്ട്രങ്ങളുമായും മറ്റും ആഗോള പങ്കാളികളുമായും റഷ്യ സഹകരിക്കുമെന്ന് പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. റഷ്യ ഉക്രൈനിൽ നടത്തിയ സൈനിക നടപടിയെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ റഷ്യയുടെ വികസനത്തെ തടയുകയായിരുന്നു. ഉപരോധങ്ങൾ നിലവിൽ വന്നതോടെ മൈക്രോ ചിപ്പുകളുടെ പ്രധാന നിർമ്മാതാക്കൾ റഷ്യയിലേക്കുള്ള കയറ്റുമതിയും നിർത്തി. ഇത് റഷ്യയുടെ അഭിലാഷങ്ങൾക്ക് കാര്യമായ തിരിച്ചടിയായി. എന്നാൽ റഷ്യയിലെ ഏറ്റവും വലിയ വായ്പാദാതാവും വികസനത്തിലെ മുൻനിരക്കാരനുമായ സ്ബെർബാങ്ക് ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള സഹായം നൽകിയിട്ടുണ്ട്. ഏതായാലും നിലവിൽ റഷ്യയുടെ സമീപകാല നീക്കങ്ങളിലെല്ലാം ബോധം പോയിട്ടിരിക്കുകയാണ് നമ്മുടെ അമേരിക്ക. അതുകൊണ്ട് ഉക്രൈനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി തങ്ങളെ കൊണ്ടൊന്നും ഇത് കൂട്ടിയാൽ കൂടുതലെന്ന് പറഞ്ഞ് ശരിയാക്കുവാനുള്ള നടപടികളിലാണ് നമ്മുടെ ട്രംപ് ഉള്ളത്. അതിൻ്റെ ഭാഗമായി ഉക്രൈൻ്റെ അംഗത്വ ശ്രമത്തിലും റഷ്യയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സ്വയം പ്രതിരോധത്തിനുള്ള ഉക്രൈൻ്റെ അവകാശത്തിനും ശക്തമായ പിന്തുണ അറിയിച്ചിരിക്കുകയാണ് നാറ്റോ രാജ്യങ്ങൾ. ബ്രിട്ടൻ, ഫ്രാൻസ്, സ്പെയിൻ, ജർമ്മനി, ഇറ്റലി, പോളണ്ട് എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ഉക്രൈനിയൻ വിദേശകാര്യമന്ത്രിയുമായി വ്യാഴാഴ്ച ബെർലിനിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്കൊടുവിലാണ് ഈ സുപ്രധാന പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത്. അതായത് നമുക്ക് ഈ നീക്കത്തെ വളരെ സിമ്പിളായി
പൊടിയിടൽ തന്ത്രമെന്ന് വിളിക്കാം. അതായത് റഷ്യയുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ഉക്രൈൻ നാറ്റോയിൽ അംഗത്വം നൽകിയാൽ സൈനിക നടപടിയുമായി റഷ്യ തങ്ങളുടെ രാജ്യത്തേക്കും എത്തുമോ എന്ന ഭയം ലോകരാജ്യങ്ങൾക്ക് എന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ പിന്തുണ എന്ന പൊടിയിടൽ തന്ത്രം തന്നെയാണ് നാറ്റോ രാജ്യങ്ങൾ പലപ്പോഴും മുന്നോട്ട് വെക്കാറുള്ളത്. ഇത്തവണയും അതിൽ വലിയ മാറ്റമൊന്നുമില്ല. പുറമേ നിന്ന് നോക്കിയാൽ ഉക്രൈന് കട്ട സപ്പോർട്ടാണ്. ബുദ്ധി ഉപയോഗിച്ചാലാകട്ടെ കാര്യം വ്യക്തമാകും. 1990കളുടെ തുടക്കത്തിലാണ് ഉക്രൈനുമായുള്ള നാറ്റോയുടെ ബന്ധം ആരംഭിക്കുന്നത്. 2014 റഷ്യ ക്രിമിയയെ നിയമവിരുദ്ധമായി പിടിച്ചടക്കിയതിനു ശേഷം ഈ സഹകരണം കൂടുതൽ തീവ്രമാവുകയായിരുന്നു. ഉക്രൈന്റെ ശാശ്വത സമാധാനവും യൂറോപ്പിന്റെ സുരക്ഷയും ഒരിക്കലും വേർതിരിക്കാനാവാത്തതാണ്. ഉക്രൈൻ വിജയിക്കണം, നാറ്റോ രാജ്യങ്ങൾ തങ്ങളുടെ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. ഉക്രൈനോടുള്ള പൂർണ്ണമായ ബഹുമാനത്തോടെ നിലവിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് തങ്ങൾ പിന്തുണ നൽകുമെന്ന് രാജ്യങ്ങൾ പ്രതിജ്ഞയെടുത്തു. നീതിക്കും സമാധാനത്തിലേക്കുള്ള വിശ്വസനീയമായ പാതയെന്ന നിലയിൽ പ്രസിഡന്റ് സെലൻസ്കിക്കുള്ള ഞങ്ങളുടെ പ്രതിബദ്ധത ഞങ്ങൾ വീണ്ടും ഉറപ്പു നൽകുന്നു. പ്രസ്താവനയിൽ രാജ്യങ്ങൾ പറയുന്നു. എന്തൊരു നാച്ചുറൽ ആക്ടിംഗ് ആണല്ലേ. പാവം സെലൻസ്കി, അയാൾ ഇതും വിശ്വസിച്ചാണ് നടപ്പെന്തായാലും. അപ്പോൾ നാറ്റോ അംഗത്വം ഉൾപ്പെടെ പൂർണ്ണമായ യൂറോ അറ്റ്ലാന്റിക് സംയോജനത്തേക്കുള്ള പാതയിൽ യുക്രൈനെ പിന്തുണയ്ക്കുമെന്നും നാറ്റോ രാജ്യങ്ങൾ ഉറപ്പു നൽകിയിട്ടുണ്ട്. ബ്രിട്ടൻ, അമേരിക്ക, കാനഡ, ഫ്രാൻസ് എന്നിവർ ഉൾപ്പെടെ 12 രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് 1949 നാറ്റോ സഖ്യമുണ്ടാകുന്നത്. ഫിൻലൻഡ് അടക്കം 31 രാജ്യങ്ങളാണ് ഇപ്പോൾ അംഗമായിട്ടുള്ളത്. നാറ്റോയിലെ അംഗരാജ്യങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ പരസ്പരം സഹായിക്കുക എന്നതാണ് ഇതിലെ കരാർ. സോവിയറ്റ് മുന്നേറ്റം തടയുക എന്ന ലക്ഷ്യമിട്ടാണ് ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയതെങ്കിലും 1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ പല കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളും ഇതിൽ അംഗത്വമെടുത്തു. UK, ഫ്രാൻസ്, ബെൽജിയം, ഡെൻമാർക്ക്, ഇറ്റലി, ഐസ്ലാൻഡ്, ലക്സംബർഗ്, നെതർലാൻഡ്സ്, നോർവേ, പോർച്ചുഗൽ, അമേരിക്കൻ ഐക്യനാടുകൾ, കാനഡ എന്നിവയൊക്കെയായിരുന്നു തുടക്കത്തിലെ നാറ്റോ അംഗങ്ങൾ. ഫിൻലൻഡാണ് അവസാനമായി ചേർന്നത്. അതേസമയം റഷ്യയുമായി ഇപ്പോഴും യുദ്ധം തുടരുന്നതിനിടെ യുക്രൈനെ നാറ്റോയിൽ ചേർത്താൽ അത് നാറ്റോ രാജ്യങ്ങൾ മുഴുവൻ റഷ്യയുമായി യുദ്ധം ചെയ്യുന്നതിന് സമാനമാകും. ഇത് നാറ്റോയെ സംബന്ധിച്ച് വലിയ ഭീഷണിയാണ്. ഈ ഭീഷണി നിലനിൽക്കെ തന്നെയാണ് ഈ സുപ്രധാന നീക്കവും. ഉക്രൈനിയൻ വിദേശകാര്യമന്ത്രി ആൻഡ്രേ സിബിക തങ്ങൾക്ക് പിന്തുണ അറിയിച്ച 6 രാജ്യങ്ങൾക്കും യൂറോപ്യൻ യൂണിയനും ആത്മാർത്ഥമായ ചർച്ചയ്ക്കും കൃത്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള സന്നദ്ധതയ്ക്കും നന്ദി അറിയിക്കുകയും റഷ്യയുടെ മെറ്റലർജി, ഷിപ്പിംഗ് ബാങ്കുകൾ എന്നിവ ലക്ഷ്യമിട്ട് അധിക ഉപരോധം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയും ഉണ്ടായി. റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താത്ത രാജ്യങ്ങളുടെ വ്യാപാരത്തിലെ വർധനവ് ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായും അദ്ദേഹം പറയുന്നു. അതേസമയം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ബൈഡൻ ഭരണകൂടം ഉക്രൈന് നൽകി പോന്നിരുന്ന സൈനിക സാമ്പത്തിക സഹായം ഇനിയും തുടരുമോ എന്ന അനിശ്ചിതത്വത്തിനിടയിലാണ് ബെർലിനിലെ ഈ കൂടിക്കാഴ്ച. ജനുവരി 20 അധികാരമേൽക്കുന്ന ട്രംപ് സെലൻസ്കിയെ ഭൂമിയിലെ ഏറ്റവും വലിയ വിൽപ്പനക്കാരനെന്ന് വിശേഷിപ്പിക്കുകയും നയതന്ത്രത്തിലൂടെ സംഘർഷം വേഗത്തിൽ അവസാനിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയുമുണ്ടായി. ഒരു വ്യക്തമായ പദ്ധതി ട്രംപ് ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിലും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ റഷ്യയുമായി ചർച്ചകൾ നടത്താനായി ഉക്രൈനെ സമ്മർദ്ദം ചെലുത്തുമെന്ന് അദ്ദേഹം തുറന്നടിച്ചിരുന്നു. സ്ഥാനമൊഴിയുന്നതിന് തൊട്ടു മുൻപായി അന്താരാഷ്ട്ര അംഗീകാരമുള്ള റഷ്യൻ പ്രദേശത്തേക്ക് ആഴത്തിലുള്ള ആക്രമണത്തിന് അമേരിക്കൻ നിർമ്മിത മിസൈലുകൾ ഉപയോഗിക്കാൻ ഉക്രൈനെ അനുവദിച്ചതിന് പ്രസിഡന്റ് ജോ ബൈഡനെയും ട്രംപ് രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി. എന്നാൽ സെലൻസ്കിയുടെ സമാധാന സൂത്രവാക്യം റഷ്യ പൂർണ്ണമായും നിരസിക്കുകയാണ് എന്തായാലും ഉണ്ടായിട്ടുള്ളത്. പകരം റഷ്യയുടെ വ്യവസ്ഥകളിൽ മാത്രമേ എന്തായാലും സമാധാന ഉടമ്പടിയിലേക്ക് എത്താൻ സാധിക്കൂ. ഇതാണ് വ്ലാഡിമിർ പുടിന്റെ നിലപാട്. എന്നാലും ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ്. ഉക്രൈന്റെയും അമേരിക്കയുടെയും നാറ്റോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ എങ്ങും എത്താതെ പോകുന്നുണ്ടെങ്കിലും റഷ്യയുടെ പദ്ധതികൾ മുറയ്ക്ക് നീങ്ങുന്നുണ്ട്. ഇപ്പോൾ ഈ AI പദ്ധതി എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ സ്ബെർബാങ്ക് ടെക്നോളജി, ബീമൺ, യാൻഡെക്സ് തുടങ്ങിയ ആഭ്യന്തര കമ്പനിക്കാരാണ് റഷ്യയുടെ AI വിപണിയെ മുന്നോട്ട് നയിക്കുന്നത്. അമേരിക്കയും ചൈനയും നിലവിൽ ആഗോള AI മേഖലയിൽ ആധിപത്യം പുലർത്തുന്ന രാജ്യങ്ങളാണ്. എന്നാൽ ചൈനയുമായും മറ്റ് ബ്രിക്സ് അംഗങ്ങളുമായും AI സഹകരണം ശക്തിപ്പെടുത്താനുള്ള പുടിന്റെ ശ്രമങ്ങൾ ഒരു ആഗോള മത്സരത്തിലേക്കാണ് വഴിവെക്കുന്നത്. ബ്രിട്ടൻ ആസ്ഥാനമായുള്ള ടോർട്ടോയ്സ് മീഡിയയുടെ ഗ്ലോബൽ AI സൂചിക പ്രകാരം AI നവീകരണത്തിലും നിക്ഷേപത്തിലും 83 രാജ്യങ്ങളിൽ റഷ്യ 31ാം സ്ഥാനത്താണ്. എന്തായാലും AI മേഖലയ്ക്ക് ആധിപത്യം ഉറപ്പിക്കാനിറങ്ങിയ റഷ്യയുടെ നീക്കം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൂടുതൽ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ആണവ യുദ്ധോപകരണങ്ങളും അത്യാധുനിക മിസൈലുകളും കൈവശമുള്ള റഷ്യ AI സാങ്കേതിക വിദ്യയിലേക്ക് കൂടി ഇറങ്ങിയാൽ ഇനി എന്തായിരിക്കും ഉണ്ടാവുക എന്ന ഭീതിയിലാണ് ഉക്രൈനും നാറ്റോ രാജ്യങ്ങളും. ഇതിങ്ങനെ പോയാൽ പടക്കളത്തിലേക്ക് പോലും വ്യാപിച്ചേക്കാമെന്നാണ് അമേരിക്കയുടെ പേടി. എന്തായാലും കണ്ടു തന്നെ അറിയണം റഷ്യയുടെ ഈ AI നീക്കത്തെ നിങ്ങൾ എങ്ങനെയാണ് എന്തായാലും നോക്കിക്കാണുന്നത് എന്ന് അഭിപ്രായങ്ങളായി കമന്റിൽ കുറിക്കൂ. അതോടൊപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.